നമസ്കാരം. സിൽവർ ഫെദർ ടാരോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ്, ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് പെൻഡക്കിൾസ്, Ace of Swords, Eight of Wands, Seven of Swords, Four of Cups. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നു നിങ്ങൾ അപ്പോൾ റെസനേറ്റ് ആവും. അതുപോലെ ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആണായാലും പെണ്ണായാലും ഇത് ഒരുപോലെ നിങ്ങൾ ആ രീതിയിൽ എടുക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പുതിയൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രവേശനമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇത് കാണുന്ന പലരും ഒരു പുതിയ ബിസിനസ് സംരംഭമോ അല്ലെങ്കിൽ കരിയർ, ഒരു പുതിയ ജോലിയോ അങ്ങനെ എന്തോ ഒരു പുതിയതായൊരു തുടക്കം, അത് വളരെയധികം ഇൻ്റലിജൻസ്, പ്രാക്ടിക്കൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തുടക്കത്തിലൊരു ഐഡിയ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എയ്റ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. യു വിൽ ഗോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പുതിയ സംരംഭങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ യാത്ര നല്ലത് തന്നെയാണ്. ആ യാത്ര നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. എന്നിട്ട് സെവൻ ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു കാര്യം സക്സസ് ആവാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള 18 അടവും എടുത്ത് പ്രയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ വന്ന് നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ നിങ്ങൾ പോവും, ആ രീതിയിലാണ് കാണുന്നത്. എല്ലാ വിധത്തിലും പ്രത്യേകിച്ച് നിങ്ങൾ ഭയങ്കരമായി പ്രാക്ടിക്കലായി ചിന്തിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലരും ഈ ഒരു സ്റ്റേജിലെത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു ലോസിലൂടെ കടന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യമായൊരു നഷ്ടം, പ്രത്യേകിച്ച് ഇമോഷണലി എന്തെങ്കിലും മുൻപ് നടത്തിയിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രൊമോഷൻ നിങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടുകയോ ഉദ്ദേശിച്ച സാലറി കിട്ടാതിരിക്കുകയോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സന്ദർഭം നിങ്ങൾ കടന്നു പോയതിന് ശേഷമാണ് നിങ്ങളൊരു പുതിയ തുടക്കത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് കൂടെ ഒന്ന് നോക്കാം. രണ്ട് കാർഡും വന്നിട്ടുണ്ട്.
ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏഞ്ചൽ ഗൈഡൻസ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത കുറച്ച്, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്കൊരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളുടെ അടുത്ത ജോലിയിൽ നിങ്ങൾക്കൊരു പുരോഗമനം എപ്പോൾ വിസിബിളായിട്ടുള്ള ഒരു പുരോഗമനം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറയുന്നുണ്ട്. ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. ഒരു പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ജോലി മാറണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജോലിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ സംരംഭത്തോടനുബന്ധിച്ച് ഈ സ്ഥലം വിട്ട് മാറേണ്ടി വരും, അല്ലെങ്കിൽ താമസം മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഫാമിലീനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂഷനിലാണ്. ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു കാര്യം പറയുന്നത്, 2 കാര്യം. ഒന്ന്, ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. പിന്നൊന്ന് പറയുന്നത്, ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾ പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം, ഒരു ഡിവൈൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവസാനം പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇറ്റ് ഈസ് അപ് ടു യു. മനസ്സിലായില്ലേ? അപ്പോൾ ആര് എന്ത് ഗൈഡൻസ് എന്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അത് അന്തിമമല്ല, അതൊരു ഗൈഡൻസ് മാത്രമായിട്ട് എടുക്കുക. ഫൈനൽ തീരുമാനം എന്ത് വേണമെന്നുള്ളത് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഫൈനലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. ഇന്നത്തെ എനർജി ഇത്രയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും വീഡിയോ ലിങ്കിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു.